അത്യന്തം വാശിയേറിയ സീനിയർ വനിതകളുടെ കസേരകളിയാണ് നടക്കുന്നത്. ഈ കസേരകളുടെ നിയമം പറയാം, ആരും കസേരയിൽ പിടിച്ചുകൊണ്ട് വരാൻ പാടില്ല, തിരിഞ്ഞു വന്നിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുവർ ആ കളിക്ക് പുറത്താവുന്നതായിരിക്കും. അടുത്തത് തിരിഞ്ഞെന്ന് പറഞ്ഞു, തിരിഞ്ഞു പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ആവട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. അത്യന്തം വാശിയേറിയ കസേരകളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കസേരകളി മത്സരം കാണുവാൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെ യുവധാരയുടെ അങ്കണത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അത്യന്തം വാശിയേറിയ കസേരകളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ ചുറുചുറുക്കുള്ള വനിതകളുടെ കസേരകളി മത്സരം. ഇതാ അത്യന്തം വാശിയേറിയ കസേരകളി മത്സരം. റെഡിയാണോ? ഓക്കെ. ആദിമാനോ അമ്പളി ആദിമാനോ അമ്പളി വേണേ ആരും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്യന്തം വാശിയേറിയ കസേരകളി മത്സരം. ഈ കസേരകളി മത്സരത്തിലാണ് വയനാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? കസേരയിൽ പിടിച്ചുകൊണ്ട് ആരും ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ തിരിഞ്ഞു വന്നിരുന്ന് ആരും ഇറങ്ങാൻ പാടില്ല. കസേരയിൽ ചെയ്തുകൊണ്ട് ആരും പങ്കെടുക്കരുത്, അത് ഫൗളാണ്. അതുപോലെ തിരിഞ്ഞു വന്നിരിക്കരുത്, അത് ഫൗളാണ്. ഇനി തിരിച്ചു നടക്കണോ? ഇപ്പോ ആദ്യമേ എന്നെ തോപ്പിച്ചിട്ടിരിക്കുന്നു. മഞ്ചൾ കൊണ്ടുവാ, എന്നാ കൊണ്ടുവാ, മഞ്ചൾ കൊണ്ടുവാ. മൂന്ന് കസേര, 4 കളിക്കാർ. വളരെ വളരെ വാശിയേറിയ കസേരകളി മത്സരം. ഒന്നിനൊന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 കളിക്കാർ. കസേര കളിക്കുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവിടെ മാറേണ്ടതാണ്.
മാറി നിൽക്കുക. കസേരകളെ നിയന്ത്രിക്കുന്നതും കസേര കളിക്കുന്ന വ്യക്തികളും അല്ലാതെ അവിടെ ആരും നിൽക്കാൻ പാടില്ല. മറ്റു രണ്ട് വ്യക്തികൾ മാറുന്നതാണ്. ഘോഷയാത്രയ്ക്ക് ഒരുങ്ങാൻ പോയി. ആദ്യത്തെ വാശിയേറിയ മത്സരം. ഒരു രണ്ടുപേര് ഒരു അതാ രണ്ടുപേരും പെട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിജയം എനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു, അതോടൊപ്പം തന്നെ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി, രണ്ടുപേരും അത്യന്തം വാശിയേറിയ മത്സരം. എത്ര നേരം വീട്ടിൽ കറക്കുന്നിട്ട് തലവേദന എടുക്കാൻ